ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സോയാബീൻ നല്ല അടിപൊളിയായിട്ട് ഒരു ചിക്കൻ കഴിക്കുന്ന പോലെ നമുക്ക് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ എൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നമ്മൾ ചിക്കൻ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ തിളച്ച ചൂടുവെള്ളത്തിലോട്ട് സോയാബീൻ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് 1-2 മിനിറ്റോളം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് വേവിച്ചാൽ അത് വിട്ട് പോകും. അപ്പം നമ്മൾ ഒരു 2 മിനിറ്റോളം ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് പെട്ടെന്നൊന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് ഞാനൊരു കപ്പ് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. നോർമൽ വാട്ടറാണ്. അതിലേക്ക് ആ വേവിച്ച സോയാബീൻ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഒരുപാട് നേരം വേവിച്ചാൽ സോയാബീൻ വിട്ട് വരും. അതുകൊണ്ട് 2 മിനിറ്റ് കൂടുതൽ വേവിക്കരുത്. എന്നിട്ട് ഞാൻ ആ സോയാബീന് വേവിച്ചത് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് അതിൽ നിന്ന് നമ്മളതിൻ്റെ നീരെല്ലാം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. എങ്കിലേ നമ്മൾ ഈ മസാല പുരട്ടുമ്പോൾ നന്നായിട്ട് ഈ സോയാബീനിലോട്ട് പിടിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ നീര് നന്നായിട്ട് പിഴിഞ്ഞ് ഒരു ഈർപ്പം പോലും ഇല്ലാതെ നല്ല രീതിയിൽ പിഴിഞ്ഞൊന്ന് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വേറൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും നല്ല ടേസ്റ്റാണ്. കുറച്ച് മസാല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശരിക്കും നമ്മൾ ചിക്കൻ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. ഇത് നമ്മൾ വെള്ളമെല്ലാം മാറ്റി വറ്റിച്ച് എടുത്തിട്ടുണ്ട്. ഒരു ഈർപ്പം പോലും ഇല്ല. ഇതിലേക്ക് നമുക്ക് ബാക്കി മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പെരിഞ്ജീരകമാണ്. അത് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫ്ലേവറാണ്. ഞാൻ ജസ്റ്റ് പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂണായിട്ട് ചേർക്കുകയാണ്. പൊടിച്ച് ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ 1 ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. പിന്നെ ഞാൻ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാലയോ ഗരം മസാലയോ ഇത് രണ്ടിൽ ഏതെങ്കിലും ചേർക്കാം. ഞാൻ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്തത്. പിന്നെ 1 ടേബിൾ സ്പൂണായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തേക്കുന്നത്. നമുക്ക് എരിവ് എത്രത്തോളം വേണോ അതിനനുസരിച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ആഡ് ചെയ്യുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് നമ്മുടെ ഈ ബാറ്റർ നല്ല വെള്ളം പോലെ ആവാതെ അതിനനുസരിച്ച് ഒരു കുറച്ച് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നന്നായിട്ട് കുഴഞ്ഞ് ആ മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കും. ഒരുപാട് വെള്ളം പോലെ ആയാലും മസാലയൊക്കെ അങ്ങനെ പോവും. അത് കാരണം കുറച്ച് വെള്ളം ചേർത്ത് മാത്രം മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഇത് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 1 മണിക്കൂറോളം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുക. അന്നേരത്തേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് വരും. എന്നിട്ട് നമ്മൾ എടുക്കുന്ന ടൈമിൽ 1 മണിക്കൂറിന് ശേഷം എടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടേക്കാണ്. അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ടൊരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടൊന്ന് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ആ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവറായിട്ട് നമുക്ക് കിട്ടും. സോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ എണ്ണയിലൂടെ ഡയറക്റ്റായിട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും അടിപൊളി റെസിപ്പിയാണിത്. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ശരിക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ചിക്കനൊന്നും ഇല്ലാത്ത ടൈമിൽ ജസ്റ്റ് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വറുത്ത് കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. ശരിക്കും വെറൈറ്റി ഒരു ടേസ്റ്റാണ്. സോയാബീൻ ഇഷ്ടമുള്ളവർക്ക് ഈ റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നമുക്കിത് വേണമെങ്കിൽ ചില്ലി ചിക്കൻ പോലെ അങ്ങനത്തെ ഗ്രേവി പോലെ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഫ്രൈ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ സോയാ ചില്ലി റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയുക. എല്ലാവർക്കും ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ബൈ.